ബട്ടർ പുഡിംഗ് കഴിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ പുഡിങ്ങിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന ഐറ്റം ആണ് കേട്ടോ ഈ ബട്ടർ പുഡിംഗ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ട്രൈ ആക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കസ്റ്റേർഡ് പൗഡർ എടുക്കാം കേട്ടോ. ഞാൻ 4 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ അളന്നെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ആദ്യം തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് പാലിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് കട്ട കൂടാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഒരു പാക്കറ്റ് എടുക്കുന്നുണ്ട്. ഇത് 10 ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിത് 10 മിനിറ്റോളം കുതിർത്തി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചേച്ചും അതിലേക്ക് 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ പുഡിംഗ് അല്ലേ ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ആണ്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ബ്രെഡ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 4 പീസാണ് ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കസ്റ്റേർഡ് മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാലിൽ. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു ബ്രെഡ് നമ്മൾ അതിലേക്ക് ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം സോക്കായിട്ട് നല്ല കുക്കായിട്ട് വരും. അത്യാവശ്യം നല്ലോണം തിക്കായി അതുപോലെ തന്നെ നല്ലോണം കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. വല്ലാണ്ട് ചൂടാറൊന്നും വേണ്ട. നമുക്ക് മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാം. പാകത്തിന് ഒന്ന് ചൂടാറിയാൽ മതി. മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡി ആവും. നന്നായിട്ട് അരച്ചെടുത്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമുക്ക് ഏതെങ്കിലും ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ബട്ടർ പുഡിംഗ് തന്നെയാണല്ലോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുകളിലായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബദാം പൊടിച്ചതും അതുപോലെ തന്നെ പിസ്ത പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ റോസ് പെറ്റൽസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റോസ് പെറ്റൽസ് നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഞാൻ ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക കളർഫുൾ ആണ് അപ്പോൾ നമ്മുടെ പുഡിംഗ്. നമ്മുടെ വിരുന്ന് സൽക്കാരത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിളമ്പാൻ പറ്റിയ അടിപൊളി പുഡിംഗ് തന്നെയാണ്. ശരിക്കും പുഡിങ്ങിന്റെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് കേട്ടോ ഈ ബട്ടർ പുഡിംഗ്. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും. എന്തെങ്കിലും ഫംഗ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ദിവസമൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻസിലൂടെ എല്ലാം അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.